മലയാളത്തിലെ ബാഹുബലിയാണ് ലൂസിഫർ എന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് പറഞ്ഞത്. അന്ന് അതൊരു തള്ളായി തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അത് വലിയൊരു വിഷൻ ആയിരുന്നുവെന്ന് കോസ്റ്റ്യൂം ഡിസൈനറും സ്റ്റൈലിസ്റ്റുമായ സുജിത് സുധാകരൻ പറയുന്നു. മാർച്ച് 27-ന് റിലീസ് ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തിയപ്പോൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ വലുതായതിനനുസരിച്ച് ടാസ്ക് വലുതായി. ഷൂട്ടിംഗ് ദിവസങ്ങളുടെ എണ്ണവും ബഡ്ജറ്റും കൂടി. പൃഥ്വിരാജിന് ചില കാര്യങ്ങളിൽ ഇതാണ് എനിക്ക് വേണ്ടതെന്ന ഉറച്ച തീരുമാനങ്ങളുണ്ട്. ലൂസിഫറിൽ സ്റ്റീഫൻ വെള്ള ഷർട്ടും മുണ്ടും മാത്രമായിരിക്കും ധരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അബ്രാം ഖുറേഷിയുടെ കണ്ണട, മോതിരങ്ങൾ തുടങ്ങിയവ ഇലുമിനാറ്റിയുടെ സൂചനയാണെന്ന ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉടലെടുത്തിരുന്നു. അക്കാര്യത്തിലും സുജിത്ത് പ്രതികരിച്ചു. ഡീറ്റ എന്ന കണ്ണട ലൂസിഫറിൽ ഉപയോഗിക്കാം എന്നത് പൃഥ്വിരാജിന്റെ വിഷനായിരുന്നു. അതാണ് ലാൽ സാറിന് കൂടുതലായി ചേരുന്നതെന്ന് പറഞ്ഞു. എമ്പുരാനിൽ വേറൊരു പതിപ്പ് വരേണ്ടതുണ്ട്. ഞാനും പൃഥ്വിയും പരസ്പരം കണ്ണടയുടെ നിർദ്ദേശങ്ങൾ കൈമാറുമായിരുന്നു. 2 ലക്ഷം രൂപയുടെ ഗ്ലാസ് വരെ ലാൽ സാറിനായി ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ സംവിധായകർക്കും അവരുടേതായ സ്റ്റൈലുണ്ട്. ഒരു ടെക്നീഷ്യനോടൊപ്പം 5 മണിക്കൂർ വരെ ചിലവിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് കടക്കുന്നത്. അത്തരത്തിൽ എന്നോടും ഓരോ സീനിനെ കുറിച്ചും സംസാരിച്ചു. ലാൽ സാറിന്റെ ജാക്കറ്റ് വരെ എടുത്തു കാണാൻ സംസാരിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയിലധികം വിലയുള്ള ജാക്കറ്റുകളും ലാൽ സാറിനായി എമ്പുരാനിൽ വാങ്ങിയിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീനിൽ ഒരേ ജാക്കറ്റിന്റെ തന്നെ 6ഉം 7ഉം എണ്ണം ഉപയോഗിക്കും. അപ്പോൾ മൊത്തം ചിലവ് 14 ലക്ഷത്തിൽ അധികമായിരിക്കും വേണ്ടിവരിക. എങ്ങനെ ജാക്കറ്റ് ഉണ്ടാക്കാം എന്ന് 2 മാസത്തോളം പഠിച്ചിരുന്നുവെന്നും സുജിത് സുധാകരൻ പറയുന്നു. ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ വസ്ത്രാലങ്കാര രംഗത്തേക്ക് കടന്നു വന്നയാളാണ് സുജിത് സുധാകരൻ. പിന്നീട് ഒരുപിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ സുജിത്തിന് സാധിച്ചു. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലെ വർക്കിന് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ദേശീയ അവാർഡ് സുജിത്തിനെ തേടിയെത്തിയിരുന്നു. എമ്പുരാൻ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരനാണ്. പൃഥ്വിരാജിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ, ഓരോ ടെക്നീഷ്യന്റെയും അടുത്ത് മണിക്കൂറുകൾ ചെലവഴിച്ചാണ് പൃഥ്വിരാജ് എമ്പുരാന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തതെന്ന് സുജിത്ത് പറയുന്നുണ്ട്. ഓരോ ടെക്നീഷ്യനും പൃഥ്വിരാജ് മുഖാമുഖം ഇരുന്ന് സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെ 3 മണിക്കൂറെടുത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ കൊണ്ട് വായിപ്പിച്ച് മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇരുന്ന് ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുകയും നമ്മൾ നമ്മുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംശയങ്ങളും മറ്റും നമ്മളോട് പറയുകയും ചെയ്യുന്ന രീതിയിലാണ് പൃഥ്വിരാജിൻ്റെത്. ചിലപ്പോഴത് 5ഉം 6ഉം മണിക്കൂറായി മാറും. അത്രയും നേരം ഓരോ ടെക്നീഷ്യന്റെയും കൂടെയും ചെലവഴിക്കാൻ അദ്ദേഹം ഇരുന്നിട്ടാണ് ഈ സിനിമയിലേക്ക് പോകുന്നത്. എനിക്കറിയുന്ന ഈ സിനിമയിലെ ഓരോ ടെക്നീഷ്യനെയും ഇങ്ങനെ ഓരോരുത്തരെയായി വിളിച്ച് പൃഥ്വിരാജ് മുഖാമുഖം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമയിലെ ഓരോ സീനും എടുത്തിരിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സജഷനും എന്താണ് വേണ്ടത് എന്നും പറയും. നമ്മളും നമ്മുടെ സജഷൻ പറയും. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന നിലയിൽ എല്ലാ കഥാപാത്രത്തെക്കുറിച്ചും നമ്മൾ നല്ല ആഴത്തിൽ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ സാമ്പിളുകൾ ഉണ്ടാക്കും. എന്തുതരം തുണികളാണ് ഉപയോഗിക്കേണ്ടത്, എന്തുതരം തുണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിലെല്ലാം നമ്മൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും സുജിത് സുധാകരൻ പറയുന്നു.